SSLC +2 പരീക്ഷാ വിജയികളെ ആദരിച്ചു. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര വടക്ക് ആലുംതറമുക്ക് പൗരസമിതിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര വടക്ക് ആലുംതറമുക്ക് പൗരസമിതിയാണ് SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചത്. കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാർക്ക് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സമൂഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള പോഷകാഹാരമുള്ള ഭക്ഷണം കൊടുക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കുപ്പായങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ രക്ഷകർത്താക്കളുടെ ഒരു ദാരിദ്ര്യം കൊണ്ടും അവരുടെ പരിമിതി കൊണ്ടും സാധിച്ചിട്ടില്ല. കൃത്യസമയത്ത് അവരെ സ്കൂളിലെത്തിക്കാൻ വാഹന സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും അല്ലാതെ തന്നെയുള്ള വേറെ വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് ശബ്ദശല്യമാണ്. അത് രാവിലെ മുതൽ നമ്മുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ ശബ്ദങ്ങൾ. ഈ വലിയ ശബ്ദത്തിനിടയ്ക്കിരുന്ന് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്? ഞാൻ പലപ്പോഴും ലേഖനങ്ങളിലൂടെയൊക്കെ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷാ സമയത്ത് ഗവൺമെൻറ്റിനോടും അതിനായിട്ട് ബന്ധപ്പെട്ട ആളുകളോടും പറഞ്ഞിട്ടുണ്ട്, ഉത്സവങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കണം പരീക്ഷ കഴിഞ്ഞുള്ള ദിവസങ്ങളിലേക്ക്. അത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് മഹാനായ ഫിഡൽ കാസ്ട്രോയാണ്. ഫിഡൽ കാസ്ട്രോ വിപ്ലവാനന്തരം ക്യൂബയുടെ ഭരണാധികാരി പഠിച്ചിരിക്കുന്ന സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. സമ്പൂർണ്ണ ദാരിദ്ര്യമാണ് ക്യൂബയിൽ. അന്ന് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ കരിമ്പ് വെട്ടാം, ആദ്യം കരിമ്പെല്ലാം വെട്ടി പഞ്ചസാരയാക്കിയിട്ട് നമുക്ക് കയറ്റുമതി ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ക്യൂബക്കാരുടെയും കയ്യിൽ ഇഷ്ടം പോലെ പണം വരും. അതിനുശേഷം അതിഗംഭീരമായിട്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് മാറ്റിവെച്ച ഒരു വലിയ നേതാവിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പൗരസമിതി ഭാരവാഹി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ രാജൻ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ അനിൽ, 6ാം ഡിവിഷൻ കൌൺസിലർ ഗിരിജാദേവി തേവനത്ത്, കൌൺസിലർ രമണിയമ്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.